ഹായ് മച്ചന്മാരെ, നമ്മുടെ പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാവശ്യത്തെ ബ്ലോഗിന് കുറച്ച് പ്രത്യേകതയുണ്ട്. നമുക്കൊക്കെ പഴംപൊരിയും ബീഫ് ഇഷ്ടമാണല്ലോ. നമ്മുടെ എത്ര പേര് പഴംപൊരിൻ്റെ ഒപ്പം ചിക്കൻ നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗാണ് അതാണ്. ഹായ് ഗൈസ്, നമുക്ക് ഫുഡ് ഒരുപാട് ഇഷ്ടമല്ലേ? അത് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫുഡാക്കിയാലോ ഇന്ന് പഴംപൊരി ചിക്കനും. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിക്കനിലേക്ക് കുരുമുളകും അതുപോലെ മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ ചേർത്തു. ചിക്കൻ ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കുരുമുളകും അതുപോലെ ചിക്കൻ മസാലയും മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ കറി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ടൊമാറ്റോ സോസും സ്പൈസസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മസാല ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് 2 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് മൂടി ഒന്ന് വെക്കാം. 2 മിനിറ്റ് നമ്മളിന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ ഒപ്പം കഴിക്കാനുള്ള അടിപൊളി പഴംപൊരി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ കറി സെറ്റായപ്പോഴത്തേക്കും വായിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഊറുമെന്ന് അറിയുന്നില്ലേ. ആ സംഭവം ആ സ്പൈസസിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. ഇങ്ങനെ ആ ചിക്കൻ, ആ വെന്ത ചിക്കനിലേക്ക് ആ സ്പൈസസിൻ്റെ സ്മെല്ല് ഇങ്ങനെ മുഖിലേക്ക് കയറുമ്പോൾ അത് നമ്മുടെ മുരുവരാന്ന് പറഞ്ഞ പഴംപൊരിൻ്റെ കൂടെ എൻ്റെ പള്ളിയിലുള്ള അടുത്തൊരു ചേട്ടൻ്റെ കടയിൽ നിന്നാട്ടാ മേടിച്ച് നമ്മൾ നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ട് പഴംപൊരി മേടിച്ച് വീടിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്നാട്ടാ. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിൽ കുരുമുളക് പൊടി അതുപോലെ കറി മസാലകൾ എല്ലാം പാകത്തിന് ഒന്നിനൊന്നിന് വെച്ചെന്ന് അറിയില്ലേ. ശരിക്കും ഈ കുക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു ഹോബി രസമുള്ളൊരു ഹോബി കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഇതുപോലെ വീട്ടിൽ നിന്ന് മാറിയുന്ന സമയത്താണ്, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, എന്നാലും ഞാനിങ്ങനെ മാറിയുന്ന സമയത്താണ് ഞാൻ പറ്റുന്നത്രയുള്ള ഫുഡുകളൊക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് തുടങ്ങിയത്. സംഭവം നമുക്ക് ബാച്ചിലേഴ്സിന് ഏറ്റവും നല്ലൊരു ഹോബി കേട്ടോ. ഇങ്ങനെ ഒരു കുക്ക് ചെയ്യുക, ആ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ത് വലുതാണെന്നറിയോ. നിങ്ങൾ പഴംപൊരി തിരഞ്ഞെടുക്കുമ്പോണ്ടല്ലോ, ഏകദേശം വൈകുന്നേരം സമയത്ത് നല്ല ചൂടോടെ എണ്ണയിൽ ഇങ്ങനെ കോരി എടുക്കുന്നില്ലേ, അങ്ങനത്തെ പഴംപൊരി തിരഞ്ഞെടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറികളൊക്കെ അങ്ങോട്ട് വെക്കുക നിങ്ങൾ തന്നെ. നല്ല സ്പൈസി ആയിരിക്കണം ചിക്കൻ കറി കേട്ടോ. അത്യാവശ്യം ഇച്ചിരി എരിവും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മധുരവും എരിവും കൂടെ ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പലരും ബീഫും പഴംപൊരിയും കൂടി ഉണ്ടാവും. പക്ഷേ ചിക്കൻ കറിയും ഒന്നിനൊന്നിന് ചൂട് ചിക്കൻ കറിയും ഇങ്ങനെ ഇച്ചിരി ചിക്കനും ഇച്ചിരി പഴംപൊരിയും എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. വൈകുന്നേരം നല്ല ചൂട് മുരുമരാന്നുള്ള പഴംപൊരി ആയിട്ടാ. അത് നമ്മുടെ ഇവിടുത്തെ ശശിച്ചേട്ടൻ്റെ പഴംപൊരി, ചൂട് പഴംപൊരി കേട്ടോ. പക്ഷെ എനിക്കൊന്ന് ബ്ലോഗിലാകുമ്പോൾ എത്ര എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു രക്ഷയില്ലടാ, അടിപൊളി സാധനം. പഴംപൊരി മാത്രമല്ല കേട്ടോ, നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നല്ല കുരുമുളകും ഗരം മസാലയൊക്കെ ഇട്ട് വെച്ചാൽ ചൂട് ചിക്കൻ കറി ഉണ്ടോ. ചൂട് ചിക്കൻ കറി എടുത്തിട്ട് പഴംപൊരി ചിക്കൻ അടിപൊളി വെറൈറ്റി കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കുക. നമ്മളെല്ലാവരും ബീഫ് നോക്കാറുണ്ട്, അതോടൊപ്പം ചിക്കൻ കറി പഴംപൊരി. ഇത് നമ്മുടെ ഇവിടുത്തെ ഗോപാലേട്ടൻ്റെ പഴംപൊരിയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കുറച്ച് കിട്ടും. ഇപ്പോൾ ചിക്കൻ കറി നമ്മൾ വീട്ടിൽ തന്നെ വെച്ചതാണ്. ഇപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ കുരുമുളക് പൊടി, ഗരം മസാല അങ്ങനത്തെ നാച്ചുറൽ സ്പൈസസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കറിയും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പഴംപൊരി നമ്മൾ വീടുണ്ടാക്കിയിട്ട് ശരിയാവില്ല, അത് 2-3 കടയിൽ നിന്നൊക്കെ മേടിക്കുക. അങ്ങനെ പഴംപൊരി ചിക്കൻ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. മനു കൊള്ളാം, നിങ്ങളുടെ ഫാഷൻ അടിപൊളിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ കറി മനു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അവൻ്റെയൊക്കെ സ്വന്തം റെസിപ്പി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ പഴംപൊരി ചിക്കൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, ബട്ട് കൊള്ളാം, അടിപൊളി, നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഓക്കെ താങ്ക് യു ചേട്ടാ. മച്ചാമ്പല ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.
ഹായ് മച്ചാമാരെ, അപ്പം നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ പുതിയ ബ്ലോഗുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവും.